അച്ചടക്കമുള്ള വസ്ത്രം ധരിക്കണമെന്ന് മദ്രസക്കുള്ളിൽ ഉസ്താദുമാർ പഠിപ്പിച്ചു വിടുമ്പോ ഔറത്ത് കാണിക്കുന്നത് കുറ്റകരമാണെന്ന് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ മനുഷ്യന്റെ സംസ്കാരം, നമ്മുടെ ആദർശശുദ്ധി, നമ്മുടെ ചാരിത്രശുദ്ധി അത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞുവിട്ട് 2 മണിക്കൂർ ക്ലാസ് എടുത്ത് മക്കളെ വീട്ടിലേക്ക് വിട്ടാൽ ഉമ്മമാർ റിമോട്ട് വെച്ച് തുറന്ന് തിരിച്ചും മറിച്ചും മാറി മാറി കാണുന്ന സീരിയലുകളിൽ ആ പെണ്ണുങ്ങൾ ധരിക്കുന്ന വേഷം നമ്മുടെ പെൺകുട്ടികൾ കാണുന്നില്ലേ? സിനിമകളിൽ പുരുഷന്മാർ ചെയ്യുന്ന അഭിനയം നമ്മുടെ ആൺമക്കൾ കാണുന്നില്ലേ? നമ്മുടെ ചെറുപ്പക്കാർ കാണുന്നില്ലേ? നിരന്തരമായ കാഴ്ച, നിരന്തരമായ ഫോളോയിങ്, നിരന്തരമായ ഒരു വിഷയം നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് ശരി, അല്ലെങ്കിൽ അതിൽ കുഴപ്പമില്ല എന്നൊരു തോന്നൽ മനസ്സിന്റെ ഉള്ളിലേക്ക് വരാറില്ലേ? അതുകൊണ്ടാണ് വാഴ പറയുന്ന നേരത്ത് ചിലതെങ്കിലും നിങ്ങൾക്ക് വിചിത്രമായി തോന്നുന്നത്. ഇതൊക്കെ നടക്കുന്നതല്ലേ, അതിലെന്താ കുഴപ്പം, അത് ഇഷ്ടം പോലെ നടക്കുന്നില്ലേ എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ നമ്മുടെ ചിന്താരീതിയെ പോലും ദോഷകരമായി ബാധിച്ചിട്ടുള്ള സംസ്കാരം നമ്മുടെ വീടിന്റെ ഉള്ളിൽ കടന്നു വന്നത് TV സംസ്കാരത്തിലൂടെയല്ലയോ? അല്ലേ? പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫിത്നത്തുൻ, ഒരു മഹാഫിത്ന വരുന്നുണ്ട്. തദ്ഖുലു കുല്ല ബൈത്തിൻ മിൻ ബുയൂത്തിൽ അറബി വഗൈരിഹിം, അറബികളും അല്ലാത്തവരുമായ എല്ലാവരുടെ വീടിന്റെ ഉള്ളിലും അത് കടന്നു വരും. നല്ല പ്രോഗ്രാമുകൾ, അള്ളാഹുവിനെ പറ്റി ചിന്തിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ഭൗതിക ലോകത്തെ വിവരം തരുന്നത്, നിങ്ങൾക്ക് ഹറാം ചിന്തിപ്പിക്കാത്തത്, നന്മ തരുന്നത്, സാരോപദേശം തരുന്നത്, നന്മ, അതിന്റെ നന്മയെ നന്മയായി മനസ്സിലാക്കി സ്വീകരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് പറ്റും. അല്ലാത്തവർ ഒഴിവാക്കിക്കോളിൻ. തീ വാങ്ങിച്ചു വെക്കണ്ട, നരകം വാങ്ങിച്ചു വെക്കണ്ട. മക്കളെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ, നമ്മുടെ ഭാര്യമാരെ സീരിയലിന്റെ ഭ്രമത്തിൽ നിന്ന് അവരെ പിടിച്ചു മാറ്റാൻ കഴിയില്ലെങ്കിൽ, സിനിമാ ഭ്രമത്തിൽ നിന്ന് നമ്മുടെ പെൺകുട്ടികളെ മാറ്റാൻ കഴിയില്ലെങ്കിൽ, നിങ്ങൾ ഈ വാങ്ങിച്ചു വെക്കുന്ന LCD ടിവികളോ LED-കളോ അല്ലാത്തതോ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന സംവിധാനങ്ങൾ എത്ര ഇഞ്ച് വലിപ്പമുള്ള നിങ്ങളുടെ TV സെറ്റുകളാവട്ടെ, അതിന്റെ ഉള്ളിൽ കാണാൻ പോകുന്നത് സംസ്കാരശൂന്യമായ പ്രോഗ്രാമുകളാണെങ്കിൽ നിങ്ങളാണ് ഇതിന് ഉത്തരവാദികൾ. നിങ്ങളാണ് ഇതിന് ഉത്തരവാദികൾ. അല്ലാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. പിന്നെ എങ്ങനെയാണ് മക്കൾ നന്നാവുക? എങ്ങനെയാണ് സമൂഹം നന്നാവുക? നിരന്തരം ഓൺ എ ഡെയിലി ബേസിസ്, എല്ലാ ദിവസവും. ഒരു കാര്യം കൂടെ പറയട്ടെ, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഒരൽപ്പം ഖുർആൻ ഓതുകയും സ്വലാത്ത് ചൊല്ലുകയും വിർദുകൾ ചൊല്ലി പറയുകയും ചെയ്യേണ്ട നേരമാണ്. ഇരുട്ടായി കഴിഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഒരു പേടി വരും. ഖബറിനെ കുറിച്ച് ഓർമ്മ വരും, മരണത്തെക്കുറിച്ച് ഓർമ്മ വരും. റബ്ബേ, ഞാൻ ഉറങ്ങാൻ പോവുകയാണ്, ഉറക്കത്തിൽ മരിക്കുമോ എന്ന് ഓർമ്മ വരും. ഭക്തിയുടെ നേരമാണ്, അള്ളാഹുവിനെ പറ്റി ബോധം വരുന്ന നേരമാണ്. ആ നേരത്ത് നമ്മുടെ നാടുകളിലെ ചാനലുകാർ, ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകാർ ഭക്തി പ്രോഗ്രാമുകൾ സീരിയലായി വിടുന്നില്ലേ? ഭക്തിയുള്ള പ്രോഗ്രാമുകൾ ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്. ഭക്തിയുള്ള പ്രോഗ്രാമുകൾ, ശ്രീരാമന്റെയോ അല്ലാത്തയോ കഥ പറഞ്ഞിട്ട്, ഭഗവത്ഗീതയുടെ കഥ പറഞ്ഞിട്ട്, ഭക്തിയുള്ള സീരിയലുകൾ. എന്തിന്? മുസ്ലിമീങ്ങളായ പെൺമക്കൾ, മുസ്ലിമീങ്ങളായ വീട്ടുകാരായ ആളുകൾ, ആൺകുട്ടികളും പെൺമക്കളും പരിശുദ്ധമായ ഖുർആൻ ഓതി അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കാരവും സുന്നത്തും കഴിഞ്ഞ് ഖുർആൻ ഓതിയും സ്വലാത്ത് ചൊല്ലിയും ദിക്ർ ചൊല്ലിയും കഴിച്ചുകൂട്ടേണ്ട നേരത്ത് നമ്മുടെ വീടിന്റെ ഉള്ളിലെ ചില TV സീരിയലുകളുടെ പ്രമേയ വിഷയം ഭക്തിയാണ്. ഏത് ഭക്തി? ഹിന്ദുവിന്റെ ഭക്തി, രാമായണത്തിന്റെ ഭക്തി. നമ്മുടെ വീടിന്റെ ഉള്ളിൽ അയ്യപ്പന്മാരുടെ പേരുകൾ, ശരണമയ്യപ്പ എന്ന് നമ്മുടെ വീടിന്റെ ഉള്ളിൽ വിളിച്ചു പറയപ്പെടാൻ അവസരമൊരുക്കിയത് ആരാണ്? ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ശിർക്കിന്റെ വാക്കുകൾ നമ്മുടെ TV സെറ്റിലൂടെ വിളിച്ചു പറയപ്പെടുന്നില്ലേ? അള്ളാന്റെ മലക്കവിടെ വരുമോ? റഹ്മത്തിന്റെ മലക്കവിടെ വരുമോ? മുസ്ലിം ഉമ്മത്തിന് അള്ളാഹുവിന് മുമ്പിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ട സമയത്ത്, റബ്ബിനോട് ഭക്തി തോന്നേണ്ട നേരത്ത് അനിസ്ലാമികമായ ഭക്തി പ്രോഗ്രാമുകൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്മായിമനെ പുറത്താക്കുന്നതും അമ്മായിമയെ കൊല്ലുന്നതും അമ്മായിമയെ വഞ്ചിക്കുന്നതും ഈ കഥയൊക്കെ പറയുന്ന സീരിയൽ ഭക്തികൾക്ക് പിന്നെയാ വരുന്നത്.
അല്ലെ? മുസ്ലിമിന്റെ സംസ്കാരത്തെ പറ്റി ബോധം വേണം. നമ്മുടെ ഈമാനാണ് ഈ ഞെക്കിക്കൊന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ വിശ്വാസമാണ് ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളെ സൂക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ, നിങ്ങളുടെ മനസ്സിനെ സൂക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ എടുത്തു മാറ്റിക്കോളൂ. കിട്ടുന്ന വിലക്ക് നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞേക്കൂ. ഹറാമാണ്. നിങ്ങളുടെ മക്കൾ നശിപ്പിക്കുന്ന ഉപകരണം വീട്ടിൽ വെച്ചുകൊണ്ട് ഇസ്ലാം നശിപ്പിച്ചു കളയല്ലേ.